നമസ്തേ. നമ്മുടെ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ചവരാണ്. അത് കള്ളസ്വാമിമാരാണ്, മറ്റാരും കൊണ്ടല്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നൊരു സംഭവമാണ് വാൽമീകി. ആർക്കും ബ്രാഹ്മണനാകാം, ആർക്കും വേണമെങ്കിലും ബ്രാഹ്മണനാകാം. നോക്കൂ, വാൽമീകി ബ്രാഹ്മണനായില്ലേ? വാൽമീകി അവിടെ ബ്രാഹ്മണനായി? വാൽമീകി ബ്രാഹ്മണനായോ? ഉറപ്പാണോ? വാൽമീകി വേടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുജ്ജന്മ സുഹൃത ഫലമായിട്ട് സപ്തഋഷികൾ വരണേ. ഈ വസിഷ്ഠൻ, അത്രി, പുലഹൻ തുടങ്ങിയ ആളുകൾ വരണേ. അവർ വരുമ്പോൾ ഇദ്ദേഹത്തുമായിട്ട് സംസാരിക്കണേ, ഇദ്ദേഹത്തിന് കൃത്യമായ ഉപദേശം നൽകണേ. നീ പോയിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് നീ ചോദിക്കുക, നീ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ദുഷ്ഫലം ഉണ്ടല്ലോ, അതും നിൻ്റെ കുടുംബം അതും ഷെയർ ചെയ്യുമോ, പങ്കിടുമോ എന്ന് ചോദിക്കാൻ പറയണേ. അപ്പോൾ പോയി ചോദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അത് പറ്റില്ല, ഞങ്ങൾക്ക് സൽഫലം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയും. അപ്പോഴാണ് ഈ വേടനായിരുന്ന രത്നാകരൻ്റെ കണ്ണ് തുറക്കണത്. ആ കണ്ണ് തുറപ്പിച്ചത് ആരാണ്? ബ്രാഹ്മണരാണ്. ഈ സപ്തഋഷികളാരാണ്? ബ്രാഹ്മണരാണ് സപ്തഋഷികൾ. മനസ്സിലായോ? അല്ലാണ്ട് മറ്റ് ജാതിക്കാരല്ല അവർ, ബ്രാഹ്മണനാണ്. വസിഷ്ഠൻ ബ്രാഹ്മണനല്ലേ? പിന്നെ ആരാണ് വസിഷ്ഠൻ? ഈ വസിഷ്ഠൻ എന്ന് പറഞ്ഞാലല്ലേ, ഒരു കോടി വാൽമീകിനെ ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുക, മറുതട്ടിൽ വസിഷ്ഠനെ വയ്ക്കുക. വസിഷ്ഠൻ ഇരിക്കുന്ന തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. മനസ്സിലായോ? അതാണ് വസിഷ്ഠൻ. സപ്തഋഷികളെന്ന് വെച്ചാൽ സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ബ്രാഹ്മണർ എവിടെ കിടക്കണം? വാൽമീകി എവിടെ കിടക്കണം? വാൽമീകി ആയത് തന്നെ ബ്രാഹ്മണരുടെ അനുഗ്രഹത്താലാണ്. അങ്ങനെയാണ് നമ്മൾ കഥ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ അതിന് പകരം ഈ കള്ളസ്വാമിമാർ നോക്കൂ, വേടനായിരുന്ന ഇയാൾ ബ്രാഹ്മണനായി, അപ്പോൾ ആർക്കും ബ്രാഹ്മണനാവാം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു. നമ്മളുടെ കർമ്മമാണ് എല്ലാം. സനാതന ധർമ്മം എന്ന് വെച്ചാൽ കർമ്മ ബേസ്ഡാണ്. അത് കർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ശ്രീ ശിവമഹാപുരാണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. നിങ്ങളത് ഒരിക്കലും മറക്കാതിരിക്കുക. അതിൽ പറയുന്നത്, ഇപ്പോൾ നാസ്തികതയുണ്ടല്ലോ, അതായത് ഈശ്വരനില്ല എന്ന് പറയുന്നത്, അതൊരു വാദം. ഇനി ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതെന്താണത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മം, അത് സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും, അതിൻ്റെ ഫലം ഒരു നാൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും എന്ന വിചാരമാണ് ഈ മതചിന്ത എന്ന് പറയുന്നത്. അതായത് ഈ നാസ്തികതയുടെ ഓപ്പോസിറ്റ്. ഈശ്വരനുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ വിചാരം അങ്ങനെയാണ്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചാലേ ശരിയാവുള്ളൂ. നോക്കൂ, നമ്മൾ ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കണം എന്താണ്? എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിന് തതുല്യമായ ഒരു ശക്തി ഇങ്ങോട്ടും ഉണ്ടാവും, അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീ ശിവമഹാപുരാണം കോട്ടി എന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും, അതായത് നീ ഒരു മനുഷ്യന് ഒരു നേരത്തെ ആഹാരം നീ മേടിച്ചു കൊടുത്താൽ അതൊരു പുണ്യകർമ്മമാണ്. അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ കിട്ടണമെന്നില്ല. ഈ ജന്മം ചിലപ്പോൾ നീ നരകിക്കാനായിരിക്കും ജനിച്ചേക്കണത്, ദുഃഖിച്ച് ചാവാനായിരിക്കും. അപ്പോൾ ആ ദുഃഖത്തിൽ തന്നെ മരിക്കേണ്ടി വരും. അതിൻ്റെ പേരാണ് വിധി. മനസ്സിലായോ? അതേപോലെ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ 10 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഫലവും ആ ദുഃഖരൂപത്തിൽ അതും നമ്മളെ ഒരു നാൾ തേടി വരും. ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിനെ പ്രപഞ്ചനീതി എന്നും അർത്ഥമുണ്ട്.
യൂണിവേഴ്സൽ ജസ്റ്റിസ്. അതായത് ഇവിടെ നീതി നടപ്പിലായിരിക്കും. ഞാനാണ് നീതി നടപ്പിലാക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിൽ പ്രാണികളുടെ തമ്മിലുള്ള വ്യവഹാരത്തിൽ അതിൽ നീതി നടപ്പിലാകും എന്ന് ഉറപ്പുവരുത്തുന്നവൻ, അതാണ് ഈശ്വരൻ. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ പോട്ടെ, അഡോൾഫ് ഹിറ്റ്ലറിനേക്കാളും വലിയ പിശാചുക്കളുണ്ടല്ലോ. വിൻസ്റ്റൺ ചർച്ചിൽ നമ്മുടെ ഭാരതത്തിൽ ബംഗാളിൽ കൃത്രിമമായിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി മനുഷ്യരെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ, ദശലക്ഷക്കണക്കിന് മനുഷ്യരെ, അവിടുത്തെ മൃഗങ്ങളെയും എല്ലാം നാൽക്കാലികളെയും പട്ടിയും പൂച്ചയൊക്കെ പട്ടിണി കിടന്ന് ചാവാൻ ഇടയാക്കിയ ബ്രിട്ടീഷ് ക്രിസ്ത്യാനി പുങ്കവൻ വിൻസ്റ്റൺ ചർച്ചിൽ ശീമപ്പന്നി എന്നാണ് വിളിക്കുന്നത്. കാരണം അവനെ കണ്ടിഞ്ഞ് അങ്ങനെ തോന്നണത്. ഈ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് ഒരു ജന്തു. അപ്പോൾ അവൻ കർമ്മം ചെയ്തല്ലോ ഇല്ലേ? അവൻ്റെ കർമ്മം എന്താണ്? ഒരുപാട് പ്രാണികളെ പട്ടിണിക്കിട്ട് കൊന്നു അവൻ. അതാണ് കർമ്മം. അപ്പോൾ അവൻ ചത്തുപോയി. നീതി എവിടെ നടപ്പിലായി? ഇവന് ഇത്ര ആൾക്കാരെ കൊന്നില്ലേ? എവിടെ നീതി എന്തിനധികം കാരണക്കാരനെടുക്ക്. നമ്മുടെ സ്വന്തം നിങ്ങൾ മല്ലൂസ് പ്രബുദ്ധ ജീവികൾ ലീഡർ എന്ന് വിളിക്കുന്ന കരുണാകരൻ, അയാൾ എന്തോരം തട്ടിപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേരെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആൾ വല്ലതും അനുഭവിച്ചോ? ഒന്നും അനുഭവിച്ചില്ല, സുഖമായിട്ട് ജീവിച്ചു മരിച്ച്. അപ്പം നീതി എവിടെ നടപ്പിലായി? രാജൻ കൊലക്കേസ്, മറ്റേ അയാളെ രാജൻ്റെ അപ്പൻ ചാകണ വരെ നമ്മുടെ കോടതികൾ അവിടെ കയറി നിരങ്ങിയ ആൾ മരിച്ചു. നീതി നടപ്പിലായോ? രണ്ടുപേരും മരിച്ചു. പക്ഷേ നീതി നടപ്പിലാവും. ആ ഒരു വിശ്വാസം, ആ ഒരു വിചാരമാണ് ഈശ്വരനുണ്ട് എന്ന മനുഷ്യർക്ക് വേണ്ടത്. മനസ്സിലായോ? അതാണ് ശരിയായ വിചാരം. എന്നാലേ മനുഷ്യർക്ക് പേടിയുണ്ടാവുള്ളൂ, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം, എന്നോട് ചോദിക്കാൻ ആരുമില്ല. കോടതിയിലൊക്കെ വക്കീലന്മാരെയൊക്കെ വെച്ച് ഞാൻ അത് വേണ്ട വിധത്തിൽ അത് എന്താ പറയുക, അതൊക്കെ തട്ടിപ്പോടുകൂടി ഞാൻ ചാകണ വരെ വിധി വരാതെ ഞാൻ നോക്കും. അങ്ങനെയല്ലേ ഇപ്പോൾ നടക്കണത്. ഇപ്പോൾ എത്ര അഴിമതി നടക്കണത്. ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചിട്ടുണ്ടാ? ഇപ്പോൾ രാഹുൽ അഴിമതിക്കാരനാണെന്ന് പറയുന്നത്, പിണറായി അഴിമതി, ആകെ ചാകാറായി പിണറായി. ഇനിയും ആളെ പിടിച്ചിട്ടില്ല, ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല. അപ്പോൾ നീതി എങ്ങനെ നടക്കും? എങ്ങനെ നീതി നടക്കും? അപ്പോൾ അതിനാണ് ഈശ്വരൻ. മനസ്സിലായോ? അപ്പോൾ നീതി നടപ്പിലാവണമെങ്കിൽ എല്ലാവരും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ നീതി നടപ്പിലാവൂ? ഇനി അഥവാ എല്ലാവരും എന്താ പറയുക യോഗികളായി കഴിഞ്ഞാൽ ഈ സംസാരം ഉണ്ടാവത്തില്ല. മനുഷ്യരെ ഈശ്വരൻ മോഹമാകുന്ന പാശത്താൽ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി നിർത്തിയേക്കണേ. മനസ്സിലായോ? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ബൈക്ക്, എൻ്റെ എന്നും പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ചിരുത്തിയേക്കണേ. സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അതും ശ്രീ ശിവമഹാപുരാണം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടും എത്ര ലളിതമായിട്ടുമാണ് ഉദാഹരണ സഹിതം ശ്രീ ശിവമഹാപുരാണം ബന്ധങ്ങൾ എന്താണെന്ന് മറുപടി പറയുന്നത്. ബന്ധങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാം ബന്ധങ്ങളല്ലേ. അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, കാമുകി, മറ്റേത് മറിച്ച് എല്ലാം ബന്ധങ്ങളല്ലേ. ഈ ബന്ധങ്ങളെന്ന് പറയുന്നത് ശ്രീ ശിവമഹാപുരാണം പറയുന്നത് ദൂരെ ആഴക്കടലിൽ നിന്ന് ഒരു തടിക്കഷ്ണം ഒഴുകി വരുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് ഭാവനയിൽ കാണാൻ പറ്റും. കാരണം കാർത്തിക് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു വർഷങ്ങൾ. ഐ വാസ് എ ബ്ലഡി ഫിഷർമാൻ. ഒരു മീൻപിടുത്തക്കാരനായിരുന്നു ഞാൻ. എൻ്റെ ജോലി അതായിരുന്നു. ജോലി എന്ന് വെച്ചാൽ ഒന്നും വലുതൊന്നും കിട്ടുമൊന്നുമില്ല. എന്തെങ്കിലും ശാപ്പാട് കഴിക്കാനുള്ള കാശ് കിട്ടും, ഒരു സിനിമ കാണാനുള്ള കാശ് കിട്ടും, അത്രേ ഉള്ളൂ. അതവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. കടലിൽ പോയിട്ട് അവിടെ അരിയത്ത് പോയിട്ട് ഇരിക്കും, ഇങ്ങനെ മണിക്കൂർ ഇരിക്കും. അങ്ങനെ മീൻ പിടിക്കണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിത് കാണും.
കടലിൽ ദൂരെ നിന്ന് തടിക്കഷ്ണം ഒഴുകി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്രീ ശിവമഹാപുരാണം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവണേ. കാരണം നമ്മുടെ അനുഭവം ഇതിൽ കണ്ടിട്ടുള്ള കാര്യമാണത്. ദൂരെ ഒരു തടിക്കഷ്ണം ഒഴുകി വരുന്നു, മറ്റൊരു തടിക്കഷ്ണം മറ്റൊരു ദിക്കിൽ നിന്നും ഒഴുകി വരുന്നു. ഇവ രണ്ടും അല്പനേരത്തേക്ക് കണ്ടുമുട്ടുന്നു, വേർപിരിയുന്നു, പിന്നെ അവർ തമ്മിൽ കാണുന്നതേയില്ല ഒരിക്കലും. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അപ്പം മരിച്ചു, ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോൾ അപ്പനില്ല, ദുഃഖം മാത്രം. അതേപോലെ അമ്മ, എല്ലാവരും ഇങ്ങനെ തന്നെ. ഈ എല്ലാവരും നമ്മൾ എന്താ പറയുക, ഒരു നാടകത്തിലെ ഓരോരോ കഥാപാത്രങ്ങളാണ്. അവരാ രംഗം കറക്റ്റായിട്ട് വന്ന് ആ സമയത്ത് വന്നിട്ട് ആ രംഗം അവർ അഭിനയിച്ചിട്ട് അവർ സ്റ്റേജ് വിടും. അതാണ് സത്യത്തിൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ യോഗിയായി മാറും. ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാനും പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്, അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബന്ധങ്ങളും ഉണ്ടാവില്ല. നോക്കൂ, അമ്മയ്ക്ക് കുഞ്ഞിനോട് ബന്ധം വേണമല്ലോ. മനുഷ്യ ജീവൻ ഇവിടെ നിൽക്കണം, വളരണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ പാൽ കുടിച്ചല്ലേ നമ്മൾ വളരണത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വശത്ത് നിന്ന് വേറൊരു തടി ഒഴുകി വരുന്നു, ഇവിടുന്ന് ഒഴുകി വരുന്നു, ഈ കുഞ്ഞങ്ങനെ കൊണ്ട് വന്നതാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ മനസ്സിൽ മായ കൊണ്ട് മൂടിയിട്ടാണ് ഇത് ഈ സിസ്റ്റം, ഈ സംസാരം എന്ന് പറയുന്ന സംഗതി അത് ചലിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് അനാദികാലം മുതൽക്കേ ചലിക്കുന്ന ഒരു ചക്രമാണ് സംസാര ചക്രം. അപ്പോൾ അത് ചലിപ്പിക്കുന്നവൻ്റെ ശക്തി എന്തായിരിക്കും അവൻ്റെ ശക്തി? അതാണ് ഈശ്വരൻ. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ചലിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ? അത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഈ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ വേദാന്ത ചിന്തകളൊക്കെ എല്ലാവർക്കും അത് മനസ്സിലാഗ്രഹിക്കാൻ പോലും പറ്റില്ല. കാരണം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, ബില്ലടക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, ആ മോഹങ്ങളെന്ന് പറയണം. മനസ്സിലായോ? ഓരോരോ പുതിയ ഫോൺ മേടിക്കണം, പുതിയ TV മേടിക്കണം, പുതിയ കാറ് മേടിക്കണം, അങ്ങനെ മോഹങ്ങളിൽ പെട്ടിരിക്കണേ. ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. മനുഷ്യർ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ നല്ലതുപോലെ നോക്കിയാൽ എല്ലാം തികഞ്ഞു എന്ന് വ്യാമോഹിക്കുന്നു. എന്താ ഡയലോഗ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ വാൽമീകി ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് വാൽമീകിയുടെ കഥ. വാൽമീകി രാമായണം എഴുതിയത് അത് സപ്തഋഷികളുടെ അനുഗ്രഹത്താൽ എഴുതിയതാണ്. ബ്രാഹ്മണരാണ് അത് അനുഗ്രഹിച്ചു കൊടുത്തത്. മനസ്സിലായോ? രാമരാമാന്ന് രാമമന്ത്രം ജപിക്കാൻ പറഞ്ഞതാരാണ്? ഇതേ സപ്തഋഷികളല്ലേ? ഇല്ലേ? അപ്പോൾ ആ സപ്തഋഷികളെക്കാളും വലിയ ആളാണോ ഈ വാൽമീകി? ആണോ? ഒരിക്കലുമല്ല. വാൽമീകിയുടെ പുണ്യകർമ്മം, അദ്ദേഹത്തിൻ്റെ സുഹൃതം, അതുകൊണ്ടാണ് സപ്തഋഷികളെ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായത്. അത് എത്ര വാൽമീകികളെ നിങ്ങൾക്കറിയാം? അനാദികാലം മുതൽക്കേ ഈ പ്രപഞ്ചവും ഈ കർമ്മവും ഒക്കെ നടക്കുന്നുണ്ടെന്നല്ലേ പറയണത്. മനുഷ്യരും എല്ലാം ഉണ്ട്. എത്ര വാൽമീകിമാരെ നിങ്ങൾക്കറിയാം? ഓരോ ആളെല്ലാം അറിയാൻ പാടുള്ളൂ, ഇല്ലേ? അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ തപസ് ചെയ്ത് ചിതൽപുറ്റിൽ മൂടിയിരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് കേരളത്തിൽ. ആണ്? അല്ലല്ലോ, സാധാരണ മനുഷ്യരല്ലേ ഉള്ളത്. അപ്പോൾ വാൽമീകിയുടെ കഥ പറയുന്നവരോട് എനിക്കിതാ പറയാനുള്ളത്. വാൽമീകി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് തപസ് ചെയ്യാൻ പറഞ്ഞു, അദ്ദേഹം തപസ് ചെയ്തു, അദ്ദേഹത്തിന് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ബ്രാഹ്മണർ, എന്നിട്ട് അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് വർഷം അദ്ദേഹം തപസ് ചെയ്യണം. അങ്ങനെ ചിതൽപുറ്റ് കൊണ്ട് വാൽമീകം കൊണ്ട് മൂടണം. അങ്ങനെ മനസ്സിലായോ? അത്രയും വർഷം തപസ് ചെയ്താലേ വാൽമീകമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ വാൽമീകം കൊണ്ട് മൂടി, അങ്ങനെയാണ് വാൽമീകി ആവണത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ആരാണ്? സപ്തഋഷികളാണ്. അവരാണ് ബ്രാഹ്മണർ. മനസ്സിലായോ? നിങ്ങളൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാളോട് നിങ്ങളുടെ ഗോത്രം എന്താണെന്ന് ചോദിക്കും. വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഇങ്ങനെയൊക്കെ പറയും ആൾക്കാർ. എനിക്കറിയാം, വസിഷ്ഠ ഗോത്രത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ അപ്പന് ഭയങ്കര കാര്യമായിരുന്നു. കാരണം ബ്രാഹ്മണനുള്ള വസിഷ്ഠ ഗോത്രത്തിൽ ജനിച്ചല്ല, ഭയങ്കര താല്പര്യമായിരുന്നു അപ്പന്, ഭയങ്കര ബഹുമാനമായിരുന്നു. അപ്പോൾ ഇതാണ് സത്യം.
ഇപ്പം നോക്കൂ, നമ്മൾ മനുഷ്യർ മാത്രമല്ലല്ല സഹോദര ഈ ലോകത്തിലുള്ളത്, ആണോ? നമ്മൾ ചുറ്റിനും കണ്ണോടിച്ചാൽ എന്തെല്ലാം ജീവികളെ നമ്മൾ കാണണം. നമ്മൾ പൂച്ചനെ കാണും, പട്ടിനെ കാണും, കഴുതനെ കാണും, കുതിരനെ കാണും. ഇതുങ്ങളും ജീവികൾ തന്നെയല്ലേ, അല്ലേ? പിന്നെ എന്തോരം കിളികളെ നമ്മൾ കാണും. കുഞ്ഞാറ്റക്കിളി, പിന്നെ മണ്ണാത്തിപ്പുള്ള്, കുയിൽ, കാക്ക, ഇതിൻ്റെ എല്ലാം ടോപ്പായിട്ട് ഗരുഡൻ. അവനാണ് പക്ഷികളുടെ രാജാവ്. മനസ്സിലായോ? അപ്പോൾ പക്ഷികളിലും വൈവിധ്യമില്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളി ജനിച്ചു, ഒരു കുഞ്ഞാറ്റക്കിളി, അതിന് ഗരുഡനാവണമെന്ന് വെച്ചാൽ നടക്കൂ? അതുപോലെയാണ് നിങ്ങൾ പറയണത് ഈ നായർക്കും പുലയർക്കും പറയനുമൊക്കെ ബ്രാഹ്മണനാകാന്ന് പറയണത്. മനസ്സിലായോ? നടക്കാത്ത കാര്യമാണത്. അച്ഛനമ്മയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ അച്ഛനമ്മയാണ് നമ്മളാരാണെന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ ഏത് ജാതിയിലാണെന്ന്. മനസ്സിലായോ? അച്ഛനമ്മയും ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയുമായാൽ നമ്മൾ ബ്രാഹ്മണനായി. അച്ഛനും അമ്മയും നായന്മാരാണെങ്കിൽ നമ്മൾ നായരായി. പിന്നെ അത് നമ്മളെങ്ങനെ മാറ്റണം? നമ്മളെങ്ങനെ ബ്രാഹ്മണനാവും? വീണ്ടും തിരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ജനിക്കുന്നു? അത് കർമ്മമാണ്. മുജ്ജന്മങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ തുടർച്ചയാണ് ഈ ജന്മങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സനാതനധർമ്മം. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സനാതനധർമ്മം പറയുന്നത്, നീ ഇന്ന് ഏത് ജാതിയിലാണോ ജനിച്ചത്, ആ ജാതിക്ക് എന്ത് കർമ്മമാണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്ത് ജീവിക്കുക. അങ്ങനെ പറയണത്. അങ്ങനെ ചെയ്താൽ ബെറ്ററാവും നെക്സ്റ്റ് ലൈഫ്. യാതൊരു സംശയവും വേണ്ട, ബെറ്ററാവും. പക്ഷേ കുഞ്ഞാറ്റക്കിളി ആയിരിക്കെ പരുന്തിനെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ പണി പാളുവേ. മനസ്സിലായോ? അതുപോലെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. നമ്മൾ അത് ആലോചിക്കുക. നമ്മൾ ഈ ജന്മം എന്തുകൊണ്ട് ഇങ്ങനെയായി? നമുക്ക് ഇപ്പം നോക്കൂ, ഇപ്പോൾ എൻ്റെ അടുത്ത് അധികം കാശൊന്നുമില്ല, പക്ഷേ എനിക്ക് വേണമെങ്കിൽ ദുഃഖിച്ചിരിക്കുക, അയ്യോ ബിൽഗേറ്റ്സിനെ പോലെ കാശില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ദുഃഖിച്ചിരിക്കാം. പക്ഷെ നമ്മളങ്ങനെയല്ല, എന്നെക്കാളും കാശ് കുറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലായോ? നമ്മൾ അവരെയാണ് നോക്കണത്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയില്ലേ? മനസ്സിലായോ? ബിൽഗേറ്റ്സിനെയും മറ്റേ അംബാനീനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദുഃഖമായിരിക്കുള്ളൂ നമുക്ക്. മനസ്സിലായോ? അയ്യോ ഇവന്മാരൊക്കെ ഓടിക്കണ കാറുകളിൽ എന്ത് വിലയാണ് ഇതിന്. ഇവന്മാർ ഫസ്റ്റ് ക്ലാസ്സിലാണ് സഞ്ചരിക്കണത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിമാനമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഞാൻ എൻ്റെ ജീവിതം നശിച്ച് എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ, ഇല്ലേ? പക്ഷേ അതേസമയം നമ്മളെക്കാൾ ഇതിപ്പോൾ എനിക്കൊരു വീടുണ്ട്, കിടക്കാനൊരു വീടുണ്ട്, ആഹാരമുണ്ട്, അതിലൊക്കെ നമ്മൾ സന്തോഷിച്ചാൽ പോരെ? അതുപോലും ഇല്ലാത്ത ആൾക്കാരില്ലേ, ഇല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇപ്പോൾ കുഞ്ഞാറ്റക്കിളിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാറ്റക്കിളിയായിട്ട് തന്നെ ജീവിച്ച് തീർക്കുക. അപ്പോൾ അടുത്ത ജന്മം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ജനിച്ച് കോടാനുകോടി വർഷങ്ങളിലൂടെ അതായത് സനാതനധർമ്മം പറയുന്നത് കർമ്മം അനാദിയാണെന്നാണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഞാനീ പറയുന്ന കാര്യം കർമ്മം അനാദിയാണ്. ഇതിനെക്കുറിച്ച് തുടരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അതായത് ധ്യാനിക്കുക. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും ഞാൻ പറയാതെ തന്നെ. കർമ്മം അനാദിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നിപ്പോൾ ഞാൻ കാർത്തികായിട്ട് കൂടെ നിൽക്കണം. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഇന്ന് വന്ന് നിങ്ങൾ ജീവിക്കുന്നു. പക്ഷേ കാലങ്ങൾ കടന്നു പോകും, ഞാനും പോകും, നിങ്ങളും പോകും. ഇതാണ് സത്യം. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ആരായാലും വയസ്സായി നമ്മൾ ചത്തുപോകും. മനസ്സിലായോ? അപ്പോൾ സനാതനധർമ്മം പറയുന്നത് നമ്മൾ ഈ ജന്മത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലേ? ഇപ്പോൾ നോക്കൂ, 5ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതാണ്, നമ്മളെല്ലാവരും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്ക് നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ അവന് കൂടുതൽ മാർക്ക് കിട്ടും, അവൻ മുകളിലോട്ട് പോകും. മനസ്സിലായോ? ചിലർ ഒന്നും പഠിക്കാണ്ട് പോകും, തോറ്റും പോകും, 1 വർഷം പോകും. മനസ്സിലായോ? എന്ന് പറയണ പോലെയാണ് കാര്യങ്ങൾ. ഇത്രയും സിമ്പിളായിട്ട് ഇതിലും സിമ്പിളായിട്ട് ഞാൻ എങ്ങനെ പറയാനാണ്?
ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ഇവിടെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ കുഞ്ഞാറ്റക്കിളി ഗരുഡനാകണമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അല്ലെങ്കിൽ ഒരു എലി അതിന് സിംഹമാകണമെന്ന് വെച്ചാൽ അതും നടക്കില്ല. അത് എലിയായിട്ട് ജനിച്ചതും ഈ അഴുക്കി കിടന്നൊക്കെ വിരകാനായിട്ടുള്ള അതിൻ്റെ വിധിയാണത്, അതിൻ്റെ കർമ്മഫലമാണത്. മനസ്സിലായോ? സിംഹം അങ്ങനെയല്ല, കാട്ടിൽ രാജാവായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും, ഒരുത്തനെയും പേടിക്കാതെ. മനസ്സിലായോ? കാട്ടിൽ മാനില്ലേ, മാനിൻ്റെ പേടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്ത് പേടിയാണെന്ന് പറയും മാനെന്ന് പറഞ്ഞാൽ ജീവിക്ക്, ഭയങ്കര പേടിയാണ്. ഇവിടെ ഉണ്ട് കാട്ടിൽ മാൻ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ കാണുന്ന ചാടിയൊരൊറ്റ പോക്കാണ്, പിന്നെ അവനെ കാണില്ല. അത് പേടിച്ച് അതിനറിയാം മനുഷ്യന്മാർ ശരിയല്ല, നമ്മളെ വെടിവെച്ച് കൊല്ലുന്ന ടീമാണ്, നമ്മുടെ ഇറച്ചി തിന്നണ ആൾക്കാരാണ് ഇതുങ്ങളെന്ന് ഐറ്റിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ആ പേടിയുള്ളത്, മരണഭയമാണത്. അപ്പോൾ ഒരു മാൻ വിചാരിക്കണേ ഞാൻ സിംഹമാണ് എന്ന് വിചാരിച്ചാൽ നടക്കൂ. ആ മാനായിട്ട് ജനിച്ചത് മാനായിട്ട് ജീവിച്ചും മരിക്കാനാണ്. ഓക്കെ, നമ്മുടെ ഭരത മഹർഷി, ഭാരതം എന്നുള്ള നമ്മുടെ പേര്, നമ്മുടെ നാടിൻ്റെ പേര് ഭാരതം എന്നല്ലേ, ഭരത മഹർഷിയിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത്ര വലിയ മഹാത്മാവായിരിക്കണമല്ലോ, ഇല്ലേ? അദ്ദേഹം നല്ലപോലെ രാജ്യം ഭരിച്ചു. മനുവിൻ്റെ പൗത്രനാണെന്ന് തോന്നുന്നു ഈ ഭരത മഹർഷി, പുത്രൻ്റെ പുത്രൻ. അപ്പോൾ ഇദ്ദേഹം നല്ലപോലെയൊക്കെ രാജ്യം ഭരിച്ച്, അടിപൊളിയായിട്ട് രാജ്യം ഭരിച്ച്. പിന്നെ വയസ്സായപ്പോൾ വാനപ്രസ്ഥത്തിന് പോയി. വാനപ്രസ്ഥത്തിലിരിക്കെ ഇദ്ദേഹം ഒരു മാന് വെള്ളത്തിൽ, പുഴയിൽ പ്രസവിക്കലും തള്ള ചത്തുവണേ. അപ്പോൾ ഇദ്ദേഹം കുഞ്ഞിനെടുക്കണേ, കൺമുമ്പിൽ ചത്തുപോണേയുള്ള ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെ ചാകും, ജനിക്കും, അതൊക്കെ പലതും നടക്കും. നീ മനസ്സിനെ ഏകാഗ്രമാക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഭരതമഹർഷി ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത പോയി. അദ്ദേഹം മാൻകുട്ടീനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മാൻകുട്ടിക്ക് ആരുണ്ടാവും എന്ന ദുഃഖത്തിൽ അദ്ദേഹം മരിക്കണേ. ഇത്രയും നല്ല മനുഷ്യനാണ്, നല്ലപോലെ രാജ്യം ഭരിച്ച ആളാണ്, പുണ്യാത്മാവ് തന്നെയാണ്. പക്ഷേ അതിനൊരു തെറ്റുപറ്റി. വാനപ്രസ്ഥത്തിന് പോയിട്ട് ഇങ്ങനെ മാനിനെ കണ്ടപ്പോൾ പെട്ടെന്ന്, അത് വിധിയാണത്, ഇതെല്ലാം വിധിയാണ്. ആ ജന്മം അദ്ദേഹത്തിന് മോക്ഷം കിട്ടരുത്, അതാണ് അതിൻ്റെ വിധി. മനസ്സിലായി? ഇനി ഒരു ജന്മം കൂടി ഒരു മാനായിട്ടും കൂടി ജനിക്കാനുണ്ട് അദ്ദേഹത്തിന്. വല്ല മാനിനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ജന്മത്തിൽ. മനസ്സിലായോ? അതിൻ്റെ ഫലം അനുഭവിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യണ കർമ്മത്തിൻ്റെ ഫലം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ ഫലം ഒരു നാൾ നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും. അതേപോലെ ഇദ്ദേഹത്തിന് സംഭവിച്ചതാവാം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മാനിനെക്കുറിച്ച് ഓർത്ത് മരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് അപ്പൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കണം, വെള്ളക്കാരോടുള്ള സംസാരം. ഏതൊരു ചിന്തയുമായിട്ടാണോ മനസ്സ് ശരീരത്തിനെ വെടിയുന്നത്, ആ ചിന്തയുമായിട്ട് മനസ്സ് യോജിച്ച് ചേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭരതമഹർഷിയുടെ മനസ്സ് മാനിൻ്റെ ചിന്തയുമായിട്ടാണ് ശരീരത്തിന് വെടിയുന്നത്, മരണം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം മാനായിട്ട് ജനിച്ചു എന്നാണ് പറയണത്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ അരഹിന്ദുവായ ഞാൻ നിങ്ങൾക്ക് കഥയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഗതികേട് കൊണ്ട് പറയണേ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? പക്ഷേ മുജ്ജന്മ സ്മൃതി ഇദ്ദേഹത്തിന് ഭഗവാൻ നൽകി. കാരണം ഇത്രയും നല്ല മനുഷ്യനല്ലേ, ഒരു തെറ്റ് പറ്റിപ്പോയി. അതും മോശം കാര്യമല്ല ചെയ്തത്, നല്ല കാര്യം തന്നെ ചെയ്തത്. മാനിനെ നോക്കി രക്ഷിച്ചു, അതിനെ വളർത്തി. മനസ്സിലായോ? അല്ലെങ്കിൽ അതും ആ പുഴയിൽ ചത്തുപോയതിനത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുജ്ജന്മ സ്മൃതി കിട്ടണേ. അതായത് മാനായിട്ട് ജനിച്ചെങ്കിലും അദ്ദേഹത്തിനറിയാം, ഞാൻ മുമ്പ് കഴിഞ്ഞ ജന്മത്തിൽ ഭരത മഹർഷിയായിരുന്നു, വാനപ്രസ്ഥത്തിനിടയിൽ ഇങ്ങനൊരു ബന്ധനം വന്ന് എനിക്ക് മോക്ഷം കിട്ടാതെ പോയതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണേ. അപ്പോൾ അദ്ദേഹം പിന്നെ മറ്റു മാനായിട്ടൊന്നും യാതൊരു ഇടപാടുമില്ല, ഒരു പരിപാടിയില്ല. ശരീരം വീഴുന്നത് വരെ ഏകനായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? മരണം വരെ എങ്ങനെ ആയി കഴിഞ്ഞു. പിന്നീട് ജനിക്കുന്നത് ബ്രാഹ്മണ കുലത്തിലാണ്. അതെന്താ അങ്ങനെ പറയണത്? അദ്ദേഹത്തിനൊരു പുലയൻ്റെയോ ഒരു നായരുടെയോ കുലത്തിൽ ജനിച്ചാൽ പോരായിരുന്നു. കാരണം അതങ്ങനെയാണ്. ബ്രാഹ്മണർക്കാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ കോടാനുകോടി പേരിൽ 1-2 പേർക്ക് കിട്ടുന്ന സംഗതിയാണ് മോക്ഷം. മനസ്സിലായോ? അതിൻ്റെ ആ പാതയിലേക്ക് വരാനേ കഴിയത്തുള്ളൂ മറ്റുള്ളവർക്ക്. അപ്പോൾ അതിൽ വന്നാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മളത് അറ്റൈൻ ചെയ്യും. അത് പ്രാപിക്കും ആ അവസ്ഥ. പക്ഷേ കോടാനുകോടി പേരിൽ 1-2 പേർക്കാണ് മോക്ഷം കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മോക്ഷം കിട്ടാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബ്രാഹ്മണ കുലത്തിൽ വന്ന് പിറന്നു. അവിടെയും അദ്ദേഹം ആരോടും സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്. മോക്ഷം എന്ന് പറയുന്നത് ജീവാത്മാവ് അതും പരമാത്മാവുമായിട്ടുള്ള ഒരു ഐക്യമാണ്. അല്ലെങ്കിൽ മനസ്സ് ആത്മാവിൽ എന്താ പറയുക, സമർപ്പിക്കലാണ്. മോക്ഷം സിദ്ധിച്ച ആളുടെ ചിത്തം, മനസ്സ്, അത് കാറ്റില്ലാത്തയിടത്ത് വെച്ച് വിളക്ക് പോലെ ആയിരിക്കും എന്നാണ് പറയണത്. കാറ്റില്ലാതെ വിളക്ക് വെച്ച് എങ്ങനെ ഇരിക്കും? വിളക്ക് ഇങ്ങനെ കത്തി ഇങ്ങനെ പോവും ഇല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ല. കാറ്റുണ്ടെങ്കിലേ ആട്ടം ഉണ്ടാവുള്ളൂ ഇല്ലേ? അതേപോലെ ആയിരിക്കും മനസ്സെന്ന് പറയണം. നിത്യാനന്ദ അനുഭൂതി എന്നും പറയുന്നുണ്ട് മോക്ഷത്തെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് നമ്മൾ ഈ ജന്മത്തിൽ വന്ന് നിൽക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് എത്ര ജന്മം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് എത്ര ജന്മം ഉണ്ടായിരുന്നു എന്ന് ആർക്കും പറയാനാവില്ല. കോടിക്കണക്കിന് തവണ നമ്മൾ മനുഷ്യരായിട്ടും ജനിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് തവണ ഈ ലോകത്തിലുള്ള സകല പ്രാണികളുമായിട്ടും നമ്മൾ പിറന്നിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനാണ് ഞാൻ പറയണത്, കർമ്മം അനാദിയാണ് എന്ന ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിന് പിടികിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ജന്മം ഞാൻ ബ്രാഹ്മണനല്ല എന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? ഒരു ദുഃഖമില്ല. ഞാൻ ബ്രാഹ്മണൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാശിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെ ഞാനിപ്പോൾ ബ്രാഹ്മണനല്ല എന്നും പറഞ്ഞ് എന്നെക്കാളും ഞാനിപ്പോൾ ഭാരതീയനായിട്ടെങ്കിലും ജനിച്ചില്ലേ. ഈ ആഫ്രിക്കയിലും ഈ അമേരിക്കാസിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് അവർക്ക് എന്തറിയാം? കർമ്മം അനാദിയാണെന്ന് അറിയാമോ? അതൊന്നും അറിയത്തില്ല അവർക്ക്. അപ്പോൾ അവിടെ ജനിക്കാതെ ഭാരതഭൂമിയിൽ ജനിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ അറിയണത് ഇല്ലേ? മനസ്സിലായോ? അപ്പോൾ അതിന് തക്ക പുണ്യം ഞാൻ ചെയ്തുകൊണ്ടാണല്ലോ ഭാരതഭൂമിയിൽ ജനിച്ചത്. മനസ്സിലായോ? അവരും മനുഷ്യർ, ഞാനും മനുഷ്യർ. ഞാൻ ഭാരതത്തിൽ ജനിച്ചു. വായ്? ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിന് തക്ക പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ജനിക്കണം. ഭാരതത്തിൽ ജനിച്ചാലേ ഭാരതത്തിൽ പിറന്നവർക്ക് മാത്രമേ മോക്ഷം കിട്ടിയിട്ടുള്ളൂ. ഭാരതത്തിന് വെളിയിലുള്ള ഒരു മനുഷ്യർക്കും മോക്ഷം കിട്ടിയ ചരിത്രമില്ല, ഉണ്ടാവുകയില്ല. ഇനി ഭാരതത്തിനുള്ളിൽ തന്നെയും അവിടെയും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഈ 3 പേർക്കല്ലാണ്ട് ശൂദ്രന്മാർക്ക് മോക്ഷം കിട്ടിയ ചരിത്രമേ ഇല്ല. അതിനെന്താണ്? അതിന് കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ ജന്മമല്ലേ ശൂദ്രൻ. ഈ പറയുന്ന ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും ഒക്കെ ശൂദ്രനായിരുന്നിട്ടുണ്ട്. എല്ലാമായിട്ടുണ്ട്. പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ടിരുന്നിട്ടുണ്ട്. ഈ ജന്മത്തിൽ അവരങ്ങനെയാണ്. അത് അവർ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണത്. അത് നമ്മൾ അതിനെതിര് പറയരുത്. അത് നമ്മൾ തട്ടിയെടുക്കാൻ നോക്കരുത്. മനസ്സിലായോ? ഈശ്വരൻ്റെ കോടതിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലായോ? എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ നോക്കണം. ഇപ്പോൾ ശാന്തിപ്പണി അത് ചെയ്യേണ്ടത് ബ്രാഹ്മണരാണെന്നാണ് പറയണത്. ഇപ്പം BDJS പോയിട്ട് ഇത് ചെയ്യണേ, അവിടെ പോയിട്ട് ശബരിമലയിലെ ശാന്തി കൊടുക്കണമെന്നും പറഞ്ഞു. അതായത് ഈഴവർക്ക് കിട്ടണം.
അവിടെയുള്ള നമ്പൂതിരിനെ മാറ്റിയിട്ട് ഈഴവരാക്കണം. നമ്പൂതിരിനെ മാറ്റുന്നതോടുകൂടി അവിടെയുള്ള ഈശ്വര ചൈതന്യവും അതേപോലെ തന്നെ ഇറങ്ങിപ്പോവും. പിന്നെ നിങ്ങൾ ശബരിമലയിൽ പോയിട്ടുണ്ടല്ലോ, ഒരു കാര്യമില്ല കേട്ടോ അയ്യപ്പ ഭക്തർ, ഒരു കാര്യമില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ അയ്യപ്പനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തൊരു കഷ്ടമാണ്. കാരണം മതഗ്രന്ഥം ആരും വായിക്കുന്നില്ല. അത് വായിച്ചു എന്ന് പറയുന്ന ഈ കള്ളസ്വാമിമാരാണെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി ഹിന്ദുവിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. എന്തൊരു ദയനീയ അവസ്ഥയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇക്കാര്യം പറയുന്നത്. ബോറടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.